വീണ്ടും അക്കാഡമിക് സ്ട്രെസ്സ് കാരണം ഒരു മരണവാർത്ത കഴിഞ്ഞ ദിവസം കേട്ടു. ഒരുപാട് കുട്ടികൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. ഒരു വർഷം തന്നെ ഒരുപാട് കുട്ടികൾ ഇതുപോലെ ആത്മഹത്യ ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. ഇത്തരം ഘട്ടത്തിൽ എഡ്യൂക്കേഷണൽ സ്ട്രെസ്സ് കൊണ്ടുണ്ടാകുന്ന ആത്മഹത്യാ ചിന്തകൾ, ആത്മഹത്യ തടയുന്നുണ്ട് കാര്യമല്ല, ആത്മഹത്യാ ചിന്തകളെ തടയാനാണ് നമുക്ക് കഴിയേണ്ടത്. കഴിഞ്ഞ ദിവസം കേട്ട മരണവാർത്ത ഞാൻ കേട്ട സമയത്ത് അതിൻ്റെ ഒരു കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞപ്പം ഉണ്ടായൊരു സംഭവം ഞാൻ പെട്ടെന്ന് ആലോചിച്ച് പോവുകയാണ്. ആ കുട്ടിക്ക് സ്കൂളിൽ നിന്ന് കുറച്ച് മാർക്ക് കുറച്ചൊന്ന് എന്തെങ്കിലും അതൊക്കെ സാധാരണ കുട്ടികൾ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ആ സമ്മർദ്ദത്തിൽ പെട്ടെന്ന് ചോദ്യപേപ്പർ എടുത്ത് മാറ്റിയപ്പം ആ കുട്ടിക്ക് അറിയുന്ന ചോദ്യത്തിന് പോലും ഉത്തരം പറയാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായതെന്നാണ് കേട്ടത്. പിന്നെ കുട്ടി പരീക്ഷയിൽ കോപ്പി അടിക്കാൻ നോക്കി എന്തോ പിടിച്ചതിൻ്റെ സമ്മർദ്ദം വീട്ടിൽ വന്നപ്പം രക്ഷിതാവ് ആ കുട്ടിയെ ഒന്ന് വാൺ ചെയ്യാണ്. ആ വാണിങ് ഞാനിതാ ഇപ്പം കുറച്ചങ്ങോട്ട് കാത്തിരിക്കട്ടെ, ഞാനങ്ങോട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞതിന് ശേഷം ബാക്കി പറയാമെന്ന് പറഞ്ഞ സമയത്ത് ആ കുട്ടിയിലെ ആത്മഹത്യാ ചിന്ത ഉദിക്കുകയാണ്. കാരണം കുട്ടിയിലുണ്ടാക്കിയൊരു ഭീതി, ഭയം, ആ ഒരു സമ്മർദ്ദം കുട്ടിയെ എന്ത് ചെയ്യാണ്? ആത്മഹത്യക്ക് വേണ്ടി പ്രേരിപ്പിക്കുകയാണ്. ആ നിമിഷം ഉണ്ടായ ആ ചിന്തകളാണ് ആ കുട്ടിയെ ചതിച്ചത്. ആ സാഹചര്യത്തിൽ ആ ആത്മഹത്യ ചെയ്യാനുള്ള സാഹചര്യങ്ങളൂടി ഒത്തു വന്നപ്പം ആ ഒരു നിമിഷം ആത്മഹത്യയായിട്ട് മാറുകയായിരുന്നു. ഇതുപോലുള്ള സമ്മർദ്ദങ്ങൾ മിക്ക കുട്ടികളുടെയും മനസ്സിലുണ്ട്, മിക്ക വ്യക്തികളുടെയും ജീവിതത്തിലുണ്ട്. അതിന് കുട്ടികളായാലും രക്ഷിതാക്കളായാലും അവരിലൊക്കെ ഈ ഒരു സമ്മർദ്ദങ്ങൾ, കാരണം ഏറ്റവും വലിയൊരു സമ്മർദ്ദം സാമ്പത്തികമായിട്ടുള്ള സമ്മർദ്ദമാണ്. എവിടെത്തിയാലും കൂട്ടിമുട്ടിക്കാൻ പറ്റാത്ത ഒരു കുടുംബജീവിത പ്രശ്നങ്ങൾ, അതിനേക്കാളുപരി കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ എത്തിയാൽ മാത്രമേ കുട്ടികൾ സക്സസ്ഫുൾ ആവുമെന്നുള്ള ഒരു വല്ലാത്തൊരു കാഴ്ചപ്പാട്, വല്ലാത്തൊരു ക്രൈറ്റീരിയ കുട്ടികൾക്ക് വെച്ചുമ്പോൾ അതിലുണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ, ഇതെല്ലാം പലരിലും ആത്മഹത്യാ ചിന്തകൾ ഒരുപാട് വളർത്തിയെടുക്കുന്നൊരു സാഹചര്യം. തീർച്ചയായിട്ടും ഒരു അക്കാഡമിക് പ്രഷർ, സമ്മർദ്ദം വരുമ്പം ടീനേജേഴ്സ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ തലയിലേറ്റുന്ന ഈ ഒരു സമ്മർദ്ദം, അതാണ് നിങ്ങൾ അക്കാഡമിക് നിങ്ങളുടെ പഠനത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയ നിങ്ങളുടെ പോസിബിലിറ്റീസ് തടസ്സമായി നിൽക്കുന്നത്. കാരണം തലച്ചോറിനുള്ളിൽ സമ്മർദ്ദം നിറഞ്ഞ ഒരുപാട് ചിന്തകളും പേറി ഇങ്ങനെ നടക്കുന്ന സമയത്ത് നിങ്ങൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ യഥാർത്ഥ രീതിയിൽ നിങ്ങൾ തലച്ചോറിൽ സ്റ്റോർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുന്നൊരു സാഹചര്യം ഉണ്ടാവുക. തലച്ചോറിൽ അത് പ്രോസസ്സ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുക. അപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കും, അവസാനം അത് നിങ്ങൾക്ക് പരീക്ഷാ ഹാളിൽ വെച്ച് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് നിങ്ങൾ ഇതിനൊരു ചലഞ്ചായി എടുക്കുക എന്നുള്ളതാണ്. കൗമാരപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചലഞ്ചിൻ്റെ പ്രായമാണ്, എക്സൈറ്റ്മെൻറ്റിൻ്റെ പ്രായമാണ്. ഈ എക്സൈറ്റ്മെൻ്റ് ആക്കിയിട്ട് നിങ്ങൾ പഠനത്തെ മാറ്റുക എന്നുള്ളതാണ്. ആങ്സൈറ്റിയെ എക്സൈറ്റ്മെൻ്റ് ആക്കിയ നിങ്ങളിപ്പോൾ ഒരു റോപ്പ് വേയിലൂടെ ഇങ്ങനെ സാഹസികമായി പോകുമ്പോൾ ചിലപ്പോൾ ഒന്ന് വീണെന്ന് വരും. നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ എത്രയോ അറ്റംപ്റ്റ് എടുത്ത് ചിലപ്പോൾ തോറ്റു എന്ന് വരാം. ദാറ്റ് ഈസ് നോട്ട് ദ എൻഡ് ഓഫ് ദ ഗെയിം. അത് ഗെയിമിൻ്റെ എൻഡല്ല, ആ പ്രോസസ്സാണ്. അത് ആസ്വദിക്കാനാണ് നമ്മൾ പറ്റേണ്ടത്. അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാണ് വേണ്ടത്. പാഠം ഉൾക്കൊണ്ടിട്ടും പരാജയം വന്നെന്ന് വരാം, നോ പ്രോബ്ലം. നമ്മൾ ജീവിതത്തിൽ ചലഞ്ച് എടുക്കും, അതൊക്കെ അതിൻ്റെ ഒരു പാർട്ടാണ്. അതിലൊന്നും സമ്മർദ്ദങ്ങൾ എടുക്കേണ്ട ഒരു കാര്യവുമില്ല. ജീവിതത്തിൻ്റെ അവസാനമൊന്നല്ല നിങ്ങൾ മാർക്ക് കൊട്ട് നിങ്ങൾ തോറ്റുപോയി എന്ന് വെച്ചിട്ട് അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലാസ്റ്റ് ഒന്നല്ല. അത് നിങ്ങൾ വെച്ച ക്രൈറ്റീരിയ, നിങ്ങൾ തലച്ചോറിലുണ്ടാക്കിയൊരു സ്റ്റോറി, അത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നൊരു സംഭവം മാത്രമാണ് എന്ന് നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. നോ പ്രോബ്ലം, ചലഞ്ച് എടുക്കുക, പഠനത്തെ എൻജോയ് ചെയ്യുക. അത് അപ്പോൾ നിങ്ങൾ കൂടുതൽ പഠിക്കാനും പറ്റും, ഇതുപോലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാവുകയില്ല, സൂയിസൈഡൽ തോട്ട്സ് നിങ്ങൾ അപ്പിയർ ചെയ്യില്ല. തീർച്ചയായിട്ടും നമ്മൾ ടീനേജേഴ്സിൻ്റെ കൗമാരപ്രായക്കാരിലെ അക്കാഡമിക് സ്ട്രെസ്സ് തന്നെയാണ് ഏറ്റവും കൂടുതൽ അവർ ഇമ്പാക്റ്റ് ചെയ്യുന്നത്. അവർക്ക് അത്തരമൊരു സ്ട്രെസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ വീട്ടിൽ നിന്നും അവരുടെ കലാലയത്തു നിന്നും ഉണ്ടാവേണ്ടതുണ്ട്. ഒരു മാർക്ക് കുറഞ്ഞുമ്പോഴേക്കും നിങ്ങൾ സഹകരിക്കുകയൊന്നും വേണ്ട. ഇപ്പം എൻ്റെ കുട്ടികളെ ഫ്രണ്ട്സൊക്കെ ചിലപ്പം പറയും, നിൻ്റെ പപ്പ ഒരു സീനും ഇല്ലടാ, അവരെ വീട്ടിലൊക്കെ സീനാന്ന്. ഞാൻ പറയും മാർക്ക് കുറഞ്ഞാൽ ദാറ്റ്സ് നോട്ട്, അത് രക്ഷിതാക്കൾ പേഴ്സണലായിട്ട് എടുക്കേണ്ട കാര്യമല്ല. മാർക്ക് കുറഞ്ഞാലും കൂടിയാലും ഒക്കെ ഓക്കെയാണ്. നിങ്ങളെ കുട്ടികൾ ജീവനോടെ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. മനസ്സിലായി? ഒരുപാട് മാർക്ക് കിട്ടി അവസാനം വലിയ ഇതിലൊക്കെ അഡ്മിഷൻ എടുത്ത് അവസാനം പല കാരണം കൊണ്ട് മരിച്ചു പോകുന്ന കുട്ടികളൊക്കെ ജീവിതത്തിലേക്കൊന്ന് ചിന്തിച്ച് നോക്ക്. അവർ ജീവനോടെ ഉണ്ടാവാനല്ല അവർ ആഗ്രഹിക്കുന്നത്. ഇതൊന്നും വേണ്ടായിരുന്നു എന്നല്ല ഇപ്പം ചിന്തിക്കുക, അല്ലേ? ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു മെഡിസിൻ അഡ്മിഷൻ കിട്ടി, അവിടുന്ന് മരിച്ചു പോകുന്ന സാഹചര്യം രക്ഷിതാവ് എന്താ വിചാരിക്കുക? എൻ്റെ മോൻ എൻട്രൻസ് കിട്ടണ്ടായിരുന്നു എന്നാണ് പറയാം. മനസ്സിലായില്ലേ? അപ്പം ആ എൻട്രൻസിനേക്കാളും മേലെ എന്തായിരിക്കും അവിടെ ഉണ്ടായ അവരുടെ ജീവനാണ് ഒരു പ്രാധാന്യം വരുന്നത്. തീർച്ചയായിട്ടും ഒരു കുട്ടിയിലുണ്ടാവുന്ന
ആത്മഹത്യാ പ്രേരിതമായ മൈൻഡുള്ളൊരു സാഹചര്യത്തെ രക്ഷിതാക്കൾ തിരിച്ചറിയേണ്ടതുണ്ട്, അധ്യാപകർ തിരിച്ചറിയും. കുട്ടി എപ്പോഴും വീട്ടിൽ വന്ന് വിഷാദമായി നിൽക്കുകയാണ്, എന്തിനും ഇങ്ങനെ ഇറിറ്റബിളായിട്ട് നിൽക്കുകയാണ്, എന്തൊരു കാര്യം വരുമ്പോഴേക്ക് ദേഷ്യം പിടിക്കുക, ചൂടാവുക, ഇതുപോലൊക്കെ സാഹചര്യങ്ങളുണ്ടെങ്കിൽ ആ കുട്ടിയിൽ ചിലപ്പം ആത്മഹത്യാ ചിന്തകൾ ഉണ്ടാവാം. എപ്പോഴും നിങ്ങളെ ഉത്കണ്ഠയോടെ നിൽക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ആ കുട്ടിയിൽ എന്തായിരിക്കും, അവരുടെ ചിലപ്പോൾ അക്കാഡമിക് പ്രഷറോ വീട്ടിൽ നിന്ന് പ്രഷറോ കൊണ്ടോ ആത്മഹത്യാ ചിന്തകൾ വളർന്നിട്ടുണ്ടാവാം. ചില കുട്ടികൾക്ക് മറ്റൊരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നുക, എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക, ഐസൊലേറ്റ് ചെയ്യുന്നൊരു സ്വഭാവമൊക്കെ ഉണ്ടെങ്കിൽ ചിന്തിക്കേണ്ടതുണ്ട് കുട്ടികളിൽ എന്തോ ഒരു മാനസികമായിട്ടുള്ള പരിവർത്തനം നടക്കുന്നുണ്ട് എന്നുള്ളത്. പിന്നെ കുട്ടികൾ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ നിരാശാജനകമായിട്ടുള്ള പല കാര്യങ്ങളും പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ കുട്ടികളിൽ അക്കാഡമിക് സ്ട്രെസ്സ് വല്ലാതെ ഉണ്ട് എന്നുള്ളതാണ്. ആ സമയത്തൊക്കെ നല്ലൊരു സപ്പോർട്ട് ഈ ടീനേജ് പ്രായത്തിലുള്ള കുട്ടികൾക്ക് രക്ഷിതാക്കളിൽ നിന്നും അധ്യാപകരിൽ നിന്നും ഉണ്ടാവണം. അല്ലാണ്ട് അവരെ കയറി അങ്ങോട്ട് ശകാരിക്കല്ല വേണ്ടത്. ഇനിയിപ്പോൾ അക്കാഡമിക് സ്ട്രെസ്സ് പല കുട്ടികളിലും ഉണ്ടാവുമെന്ന് നമുക്ക് അറിയാം. എങ്ങനെ ഇതിനെ കോപ്പ് ചെയ്യാം? അതിന് ഫസ്റ്റ് വേണ്ടത് നിങ്ങളുടെ ജീവിതം ഏറ്റവും വാല്യുബിളാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ ജീവിതത്തിന് വ്യക്തമായിട്ടുള്ള ലക്ഷ്യങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഓരോ ദിവസത്തിനും വ്യക്തമായിട്ടുള്ള, സ്കൂളിൽ മാത്രമല്ല ടൈം ടേബിൾ വേണ്ടത്, നിങ്ങൾ വീട്ടിലെത്തിക്കഴിഞ്ഞാലും ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് അതുണ്ടാക്കിയത് അതിനനുസരിച്ച് മുന്നോട്ട് പോകാമെന്നുള്ള ടൈം ടേബിൾ പിന്നെ സ്ട്രെസ്സായി മാറാനും പാടില്ല. ചിലപ്പോൾ ടൈം ടേബിൾ വെച്ചിട്ട് നിങ്ങൾ ചിലപ്പോൾ ഒരു ദിവസം ഡിസ്ട്രാക്ഷനിലേക്ക് പോയി എന്ന് വരാം. ഡിസ്ട്രാക്ഷനിൽ പോയിരുന്ന ദിവസം അടുത്ത ദിവസത്തെ നിങ്ങളെ ആ ഡയറിയിൽ എഴുതി വെക്കുക, ഞാൻ ഇത്ര സമയം ഡിസ്ട്രാക്ഷനിലേക്ക് പോയി. അതിന് മറികടക്കാൻ വേണ്ടിയുള്ള ആ ചലഞ്ചാണ് പിന്നെ കുട്ടികൾ എടുക്കേണ്ടത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ടൈം ടേബിൾ ഫിക്സ് ചെയ്തു, ആ സമയത്തായിരിക്കും നിങ്ങൾ വീട്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എമർജൻസി കടന്നു വരുന്നത്. ആർക്കും ഒരു അറ്റാക്ക് വന്ന് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, പോവുക തന്നെ വേണം, പോകാതിരിക്കല്ല വേണ്ടത്, പോവുക തന്നെ വേണം. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഓരോ കുട്ടികളും സ്വന്തം മൂല്യങ്ങൾക്ക് ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണം. മൂല്യങ്ങൾക്ക് പ്രയോറിറ്റി വെച്ച ഒരു കുട്ടിക്കോ ഒരാൾക്കോ ഒരിക്കലും ആത്മഹത്യ ചെയ്യാൻ പറ്റില്ല. അവൻ്റെ ജീവിതത്തിലേക്ക് എന്ത് മോശം സാഹചര്യം വന്നു കഴിഞ്ഞാലും അവൻ്റെ മൂല്യങ്ങൾ അവനെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളതാണ്. സ്റ്റീഫൻ ആർ കോവിയുടെ 7 ഹാബിറ്റ്സിലൊക്കെ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളെപ്പോഴും നിങ്ങളുടെ മൂല്യങ്ങൾ വാല്യൂസ് ഫോക്കസ്ഡ് ആയിട്ട് ജീവിക്കണം എന്നാണ് പറയുന്നത്. മൂല്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ജീവിക്കണം എന്നാണ് പറയുന്നത്. ആ മൂല്യങ്ങൾ ഫോക്കസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. തീർച്ചയായിട്ടും കുട്ടികൾ സ്ട്രെസ് മാനേജ്മെൻറ്റ് ശരിക്കും പഠിച്ചിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് പഠിക്കുന്ന സമയത്ത് ഒന്ന് മൈൻഡ്ഫുൾനെസ് എക്സസൈസ് ചെയ്യുക. നിങ്ങൾ പഠിക്കുന്നിടത്ത് വെള്ളം കൊണ്ട് വെച്ചിട്ടുണ്ടാവുമല്ലോ, ആ വെള്ളം ഒന്ന് പതിയെ ആസ്വദിച്ച് കുടിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ആ കറൻറ്റ് മൊമെൻറ്റിലേക്ക് തിരിച്ചു വരിക. നിങ്ങൾ പഠിക്കുന്ന ആ ഒരു കാര്യത്തെ വെച്ചുകൊണ്ട് അതിനെക്കുറിച്ച് കുറച്ച് ചിന്തിച്ചിട്ട് അതിനെക്കുറിച്ച് ഒരു മെഡിറ്റേഷൻ മൂഡിലേക്ക് പോവുക. കുറച്ച് നേരം അവിടെ നിന്നുകൊണ്ട് നിങ്ങൾ കുട്ടികളൊക്കെ എപ്പോഴും ഇങ്ങനെ കുത്തിയിരുന്ന് പഠിച്ചാലും ചിലപ്പോൾ വിഷയത ഉണ്ടാക്കും. ഇടയ്ക്കൊന്ന് നടന്ന് പഠിക്കുക, ഇടയ്ക്കൊന്ന് പാട്ട് കേട്ട് പഠിക്കുക. പല ഇൻ്റലിജൻസും വർക്കൗട്ടാവും. മ്യൂസിക്കൽ ഇൻ്റലിജൻസ് വർക്കൗട്ടാവും, ഫിസിക്കൽ ഇൻ്റലിജൻസ് വർക്കൗട്ടാവും, മാത്തമാറ്റിക്കൽ ലോജിക്കൽ ഇൻ്റലിജൻസ് വർക്കൗട്ടാവും, സ്പേഷ്യൽ ഇൻ്റലിജൻസ് വർക്കൗട്ടാവും. നിങ്ങൾ പ്രകൃതി ആസ്വദിച്ച് അതിന് മുമ്പിലൂടെ ഒക്കെ നടന്ന് പഠിക്കുക. ഇപ്പോൾ എബ്രഹാം ലിങ്കണൊക്കെ കണ്ടില്ലേ, ലൈറ്റത്തൊക്കെ ഇരുന്ന് സ്ട്രീറ്റിലൊക്കെ ഇരുന്ന് പഠിച്ചു എന്ന് പറയും. ഇതുപോലൊക്കെ നമുക്ക് നമ്മുടെ സാഹചര്യങ്ങളിലൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് പഠിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക, കുത്തിയിരുന്ന് പഠിക്കാതെ. പിന്നെ ഏതൊരു സമ്മർദ്ദത്തിൻ്റെയും മാതാവ് എന്ന് പറയുന്നത് ഉറക്കല്ലായ്മയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയി അവസാനം സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കാതെ കറക്റ്റ് സമയത്ത് ഉറങ്ങാൻ പഠിക്കണം. ലോകത്തെ ഏറ്റവും വലിയ ഗാഡ്ജറ്റ്സ് അതേതാണ്? അത് നിങ്ങളെ ബോഡിയാണ്. നിങ്ങൾക്ക് തന്നെ ആപ്പിളിൻ്റെ എത്ര പുതിയ അപ്ഡേറ്റഡ് ഫോണുകൾ വന്നാലും നിങ്ങളോളം അതൊന്നും വലുതാവില്ല. നിങ്ങൾക്ക് എത്ര ടെക്നോളജി വളർന്നാലും AI വളർന്നാലും അതിനപ്പുറത്തേക്ക് എന്ത് വളർന്നാലും നിങ്ങളോളം അതും വലുതാവില്ല. ഈ ഗാഡ്ജറ്റ്സിൻ്റെ ഹെൽത്ത് പരിപാലിക്കണമെങ്കിൽ അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി കിട്ടേണ്ടത് ഉറക്കമാണ്. എനിക്കിന്നിപ്പോൾ ഉറക്കക്കുറവുണ്ട്, ഞാൻ ഇപ്പോൾ പോയി ഉറങ്ങണം. ഈ വീഡിയോ ഇങ്ങനെ ഷൂട്ട് ചെയ്തിരുന്നുകൊണ്ട് കാര്യമല്ല, കുറച്ച് എക്സസൈസും ചെയ്യുന്നുണ്ട് കൊണ്ട് ഇത്രയും പെട്ടെന്ന് പോയി ഉറങ്ങണം. ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു, ഞാൻ റോങ് ആണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഇത് പറഞ്ഞിട്ട് ഉറങ്ങാമെന്ന് വിചാരിച്ചതാണ്. ഓക്കെ, ഉറക്കത്തിന് പ്രാധാന്യം കൊടുക്കണം. ഫിസിക്കൽ വർക്കൗട്ട്. ഇന്നിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കാം, ഇത് ഷൂട്ട് ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്യാൻ വിചാരിച്ചു. പക്ഷേ ഞാനത് ചെയ്തില്ല. രാവിലെ എഴുന്നേറ്റപാടെ 25 മിനിറ്റ് വർക്കൗട്ട് ചെയ്തേക്ക്. ഇപ്പം ഇവിടെ കുറച്ച് നേരം പിന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് ഇവിടെ വന്നപ്പം ഒളിച്ചു വരുന്ന നേരം ഇപ്പോൾ ഒരു 10 മിനിറ്റോളം കുറച്ച് ഹാൻഡ് വർക്കൗട്ട് ചെയ്തു. എനിക്ക് ഒരു 10 മിനിറ്റ് കൂടിയും ഇത് ഇതിൻ്റെ ഇടയിൽ കൂടെ വർക്കൗട്ട് ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. വർക്കൗട്ട് നിർബന്ധമായിട്ടും എത്ര കുട്ടികൾക്ക് എത്ര പഠിക്കാണ്ടെങ്കിലും ചെയ്യണം. ഇനി എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പഠിക്കാൻ എന്തായാലും പഠിച്ചേ അടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഗാഡ്ജറ്റ്സ് ഉണ്ടല്ലോ. ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് വെക്കുക. നിങ്ങൾ പഠിച്ച മെറ്റീരിയലിൻ്റെ യൂട്യൂബ് വീഡിയോ എന്തെങ്കിലും കേട്ടോണ്ട് വ്യായാമം ചെയ്തോ. ഒരു മ്യൂസിക് പോലെ അത് ആസ്വദിച്ചോ. ഇപ്പോൾ പഠനം ആസ്വാദനാവുകയും ചെയ്യും,
നിങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് ഈ ഫിസിക്കൽ ഇൻ്റലിജൻസ് കൂടി വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് നിങ്ങൾ തലയ്ക്ക് സ്റ്റോർ ആവുകയും ചെയ്യും. പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും ശ്രദ്ധിക്കണം. വാരി വലിച്ചിങ്ങ് ജങ്ക് ഫുഡും മറ്റൊന്നും കഴിച്ചിരിക്കാതെ നമ്മളെ ഹെൽത്തി ആയിട്ടുള്ള ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ബി കോംപ്ലക്സുകൾ, മറ്റ് മിനറൽസ്, മറ്റ് മൾട്ടിവിറ്റമിൻസ് ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു പോഷക സമ്പന്നമായിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടി നോക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സമ്മർദ്ദം ഉണ്ടെങ്കിൽ അത് തലേൻ്റെ ഉള്ളിലുള്ള ഈ മൾട്ടിപ്ലക്സിൽ വെച്ചിട്ട് ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കേണ്ട. അത് മറ്റൊരാൾക്ക് വേണ്ടി ബ്രോഡ്കാസ്റ്റ് ചെയ്ത് കൊടുക്കാം. മറ്റൊരാളോടൊക്കെ പറഞ്ഞ് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ അമ്മയോടോ അച്ഛനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ സഹപാഠിയോടോ ഒക്കെ ഡിസ്കസ് ചെയ്തിട്ട് അത് ലഘൂകരിക്കാനുള്ള മെത്തേഡ്സ് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? നമ്മൾ ഫാമിലി, സ്കൂള് ഇതെല്ലാം കുട്ടികളുടെ വെൽബീയിങ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയായിരിക്കും. ഒരു മാർക്ക് അങ്ങോട്ട് കുറയുമ്പോഴൊക്കെ ഓൽക്ക് സമ്മർദ്ദങ്ങൾ കൊടുക്കണ്ട. മനസ്സിലായില്ലേ? ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ട് പിന്നെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇത് യുദ്ധക്കളമാണ്. നമ്മൾ സംസാരിക്കുന്ന ഓരോ വാക്കും നമ്മൾ കേൾക്കുന്ന ആളുടെ എന്ത് ഇൻഫ്ലുവൻസ് ചെയ്യും, അവരിൽ എന്ത് വികാരം സൃഷ്ടിക്കും എന്നുള്ളത് കൂടി അറിഞ്ഞിട്ട് വേണം നമ്മൾ സംസാരിക്കാൻ. പണ്ടൊക്കെ ഞാനും ഒരുപാട് ദേഷ്യം പിടിച്ചൊരു കാലം ഉണ്ടായിരുന്നു. പിന്നെ ഞാനത് നിർത്തി. കാരണം ദേഷ്യം പിടിച്ചുകൊണ്ട് കുട്ടി നന്നായതായിട്ട് കാണാൻ പറ്റില്ല. ദേഷ്യം പിടിക്കാതെ അവർക്ക് ഒരു ഇൻഡിപെൻഡൻസ് കൊടുത്ത് അവർക്ക് സ്വാതന്ത്ര്യത്തോടെ സന്തോഷത്തെ പഠിക്കാനുള്ള സ്വാതന്ത്ര്യം, അവരുടെ ഡെസ്റ്റിനേഷൻ അവരെ തന്നെ എഴുതാൻ തീരുമാനിച്ചാൽ വിട്ടുകഴിഞ്ഞാൽ അവരെടുക്കും തീരുമാനം. പഠിക്കണമെങ്കിലും പഠിക്കാതിരിക്കണമെങ്കിലും അവരെടുത്തോളം തീരുമാനം. ബട്ട് നമ്മൾ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇത് ചെയ്യടാ അത് ചെയ്യടാ എന്ന് പറയുകയല്ല വേണ്ടത്. ആത്മഹത്യകൾ, നമ്മുടെ കൗമാരപ്രായത്തിലെ ആത്മഹത്യകൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഇല്ലാതാവട്ടെ. ബൈ.